നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്താണെന്നുള്ളതാണ്. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ IRR എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം ഇത് ചില ആൾക്കാർക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് മാറിയെന്നിരിക്കാം. അപ്പോൾ എന്താണ് ഈ IRR എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്കൊരു കോസ്റ്റ് ഉണ്ട്, അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോ ഉണ്ട്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണോ അതിൻ്റെ ഈക്വലായിട്ട് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ വരുന്ന രീതിയിൽ വരുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത് IRR. എന്താ മനസ്സിലായില്ലല്ലോ? ഞാൻ പറഞ്ഞത് അതായത് ലെറ്റ്സ് ഫൈൻഡ് വിത്ത് ആൻ എക്സാമ്പിൾ. എന്താണെന്ന് വെച്ചാൽ സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് IRR. IRR എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിപ്പം നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു ബിസിനസ്സാണ്, എന്താണ് ഇപ്പോൾ ഒരു അഗ്രികൾച്ചറൽ ഇമ്പോർട്ട് എക്സ്പോർട്ടാണെന്ന് വിചാരിച്ചോളൂ. അഗ്രികൾച്ചറിന് ആവശ്യമായിട്ടുള്ള ചില സാധനങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, കൂടുതൽ സാധനങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ ഒരു 10 lakh ഇൻവെസ്റ്റ് ചെയ്യാണ്. 10 lakh ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇയർ 1 ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ക്യാഷ് ഫ്ലോ എത്ര കിട്ടുന്നുണ്ട്? ക്യാഷ് ഫ്ലോ എത്ര കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ഒരു 15 lakh ക്യാഷ് ഫ്ലോ കിട്ടുന്നുണ്ട്. അതെങ്ങനെയായിട്ടാണ് കിട്ടുന്നത്? അത് ക്യാഷ് ഫ്ലോ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത ഈ 10 lakh നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ഞാനിപ്പോൾ ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് എനിക്ക് ടോട്ടലായിട്ട്, അതായത് റിട്ടേൺ പ്ലസ് ദിസ് ക്യാഷ് ഫ്ലോ നമുക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ റിട്ടേൺ പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിരിക്കും അത്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും അതുപോലെ തന്നെ നമ്മുടെ റിട്ടേണും രണ്ടും കൂടിയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. കാരണം അത് തിരിച്ചു കിട്ടിയാലല്ലേ, നമ്മൾ ഇപ്പോൾ റിട്ടേൺ മാത്രം നമുക്ക് കിട്ടി, പ്രിൻസിപ്പൽ എമൗണ്ട് അവിടെ തന്നെ വെച്ചാൽ അതിലെന്താ കാര്യമുള്ളത്? ഇപ്പോൾ എനിക്ക് ഇപ്പം എനിക്കിതിൽ 5% റിട്ടേൺ അല്ല 50% ആണ് റിട്ടേൺ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം ഞാൻ 10 lakh ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ എനിക്ക് 15 lakh കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് റിട്ടേൺ എമൗണ്ട് ആയിട്ടുള്ള 5 lakh മാത്രം കിട്ടിയാൽ എന്താണ്, ശരിക്കും എനിക്ക് അവിടെ 5 lakh പോവുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടണം? പ്രിൻസിപ്പളും അതുപോലെ തന്നെ റിട്ടേണും രണ്ടും കിട്ടണം. അത് ഒരു കോമൺ ലോജിക്കാണ്. എനിക്ക് ഈ 15 lakh കിട്ടുന്നത് എപ്പോഴാണ്? ഫസ്റ്റ് ഇയറിൽ തന്നെ എനിക്ക് ഈ 15 lakh തിരിച്ചു കിട്ടുന്നുണ്ട്. അത് ഷോർട്ട് ടേമിൽ എനിക്ക് എത്രയാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടുള്ള എമൗണ്ട് എത്രയാണ് വരുന്നത്, അത് എൻ്റെ റിട്ടേൺ എത്രയാണ് വരുന്നത്? 50% ആണ് എൻ്റെ റിട്ടേൺ വരുന്നത്. അപ്പം 50% റിട്ടേൺ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ എത്രയാണ് വരിക? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ഇസ് ഈക്വൽ ടു ഏത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തുക? എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, അതായത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ഞാൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, ഞാനിപ്പോൾ 10 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 20% റിട്ടേൺ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. അതായത് എൻ്റെ KE എന്ന് പറയുന്നത് 20% ആണെന്ന് വിചാരിച്ചോളൂ. ഇൻ ദാറ്റ് കേസ് വാട്ട് വിൽ ബി ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ KE 20% ആകുമ്പോൾ എന്തായിരിക്കും? അതായത് 15 lakh ആയിരിക്കും. ഒറ്റ ഇയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നേരെ 15 lakh ഇൻറ്റു 1/1.2 ഈക്വൽ ടു 1/1.2 എന്ന് പറയുമ്പോൾ 1/1.2 എന്ന് പറയുമ്പം 0.833 വരും. ഇൻറ്റു 15 lakh ഈക്വൽ ടു 12,15,000 എന്ന് വരും. 12,15,000 ആയിരിക്കും എന്ത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ വരുന്നത്. അപ്പോൾ എനിക്കിവിടെ NPV എത്ര ആയിരിക്കും കിട്ടുന്നത്? NPV is equal to 12,15,000 മൈനസ് 10 lakh ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം 2,50,000 എനിക്ക് NPV കിട്ടുന്നുണ്ട്. ഇത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വെച്ച്. അപ്പോൾ എൻ്റെ പ്രസന്റ് വാല്യൂ എങ്ങനെയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എൻ്റെ KE വെച്ചിട്ട്, എൻ്റെ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എൻ്റെ എക്സ്പെക്റ്റേഷൻ മാറുന്നതനുസരിച്ച് എന്തായിരിക്കും? അതായത് എൻ്റെ കോസ്റ്റ് മാറുന്നതനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് നമ്മളെപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ നോക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്?
അതായത് NPV ആയിട്ടുള്ള 2,50,000 ആണ് എനിക്ക് NPV വരുന്നത്. ഇപ്പോൾ ഇത് ഏത് കേസാണ്? ഞാൻ 20% KE വരുന്ന കേസ്, 20% KE വരുന്ന കേസാണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ എക്സ്പെക്ടേഷൻ ഞാൻ മാറ്റുകയാണ്. എന്ത് ചെയ്യണം? എനിക്ക് 50% എന്ത് വേണം? 50% റിട്ടേൺ വേണം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ എന്തായിരിക്കും? 15 lakh ഇൻറ്റു 1/1.5 ആയിട്ട് മാറും. 1/5 ഈസ് ഈക്വൽ ടു 10 lakh എന്ന് വരും ആണല്ലോ. 10 lakh ആണ് അത് വരുന്നത്. 10 lakh ആണ് എന്ത് വരുന്നത്? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ വരുന്നത്. അപ്പോൾ ഈ 10 lakh പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ വരുന്ന ടൈമിൽ എൻ്റെ NPV എത്രയാണ് വരിക? NPV ഈസ് ഈക്വൽ ടു 10 lakh മൈനസ് 10 lakh ഈസ് ഈക്വൽ ടു 0. NPV എത്രയാണ് വരുന്നത്? NPV വരുന്നത് 0 ആണ്. അപ്പോൾ ഈ കേസാണ്, ദിസ് കേസ് ഈസ് IRR റേറ്റ്. ഈ കേസിലുള്ള എൻ്റെ KE ആണ് IRR റേറ്റ് എന്ന് പറയുന്നത്. IRR റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോസ്റ്റ് റിക്കവർ ആവാൻ വേണ്ട, അതായത് ഒരു ക്യാഷ് ഫ്ലോ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്യാഷ് ഫ്ലോന്ന് നമ്മൾ പ്രസന്റ് വാല്യൂയിലേക്ക് മാറ്റുമ്പോൾ അത് നമ്മുടെ എന്തിലേക്കായിട്ട് മാറും? അതായത് നമ്മുടെ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് ആയിട്ട് മാറുന്ന ആ ഒരു ക്യാഷ് ഫ്ലോ, ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? IRR എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾക്ക് എത്രയാണ്? ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് എത്രയാണ്? 50% ആയി മാറിയപ്പോഴാണ് എന്താകുന്നത്? നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ എന്തിനോട് ഈക്വൽ ആയി? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ നമ്മളുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ പ്രസന്റ് വാല്യൂ ആയിട്ട് ഈക്വൽ ആയ ടൈമിൽ ആണ് എന്തെന്ന് പറയുന്നത്? ഈക്വൽ ആയ ടൈമിൽ ആ ടൈമിലുള്ള നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് IRR എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കോസ്റ്റ് റിക്കവർ ആകാൻ വേണ്ട നമ്മുടെ റിട്ടേൺ റേറ്റ്. ഇത്ര റിട്ടേൺ. അതായത് ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രസന്റ് വാല്യൂയിലേക്ക് മാറ്റുക എന്ന് പറയുമ്പം ഇതെന്താ ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു 10 lakh ഇൻവെസ്റ്റ് ചെയ്തു, അതിന് നമുക്ക് എന്ത് കിട്ടി? ഇത് തിരിച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ റിട്ടേൺ കിട്ടും. അതായത് ഞാൻ 10 lakh ഇൻവെസ്റ്റ് ചെയ്തു, ആ 10 lakhന് എന്ത് കിട്ടി? 1.5% അല്ലെങ്കിൽ 50% റിട്ടേൺ കിട്ടി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 15 lakh ആയി എൻ്റെ ക്യാഷ് ഫ്ലോ എന്ന രീതിയിലും നമുക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ആ റിട്ടേൺ റേറ്റ് എത്ര ആയി മാറും? അതായത് ഏതാണോ ആ റിട്ടേൺ റേറ്റ് അതാണ് IRR എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി വേണമെങ്കിൽ ഞാനൊന്ന് പറയാം. അതായത് നമ്മളുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ഈക്വൽ ആവുന്ന ആ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? IRR എന്ന് പറയുന്നത്. ആ പോയിന്റിൽ ഉണ്ടാവുന്ന നമ്മളെ KE അല്ലെങ്കിൽ KO വാട്ടെവർ, നമ്മളെ ആ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടല്ലോ, നമ്മൾ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വെക്കുന്ന ഡിസ്കൗണ്ടിങ് ഫാക്ടർ, ആ ഒരു ഡിസ്കൗണ്ടിങ് റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? IRR എന്ന് പറയുന്നത്. അപ്പോൾ ഈ IRR വെച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് കിട്ടും? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് നമ്മൾ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള എമൗണ്ടിന്റെ ഈക്വൽ ആയിട്ട് മാറും പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ. അതുപോലെ തന്നെ എന്തായിരിക്കും? നമ്മുടെ NPV 0 ആയിരിക്കും. അപ്പം നമുക്ക് വൺ ടൈപ്പിൽ നമുക്ക് പറയുകയാണെങ്കിൽ ബ്രേക്ക് ഈവൻ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ എത്രയാണ്, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ ആയിട്ടുള്ള റേറ്റ് എത്രയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം എൻ്റെ എക്സ്പെക്ടേഷൻ ഞാൻ വെച്ച് ഇത് കൂട്ടുന്ന അനുസരിച്ചാണ് ഇവിടെ എന്ത് പറയുന്നത്? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ കുറയുന്നത്. ഞാൻ ആദ്യം 20% എക്സ്പെക്ട് ചെയ്തപ്പോൾ എനിക്ക് എത്ര ക്യാഷ് ഫ്ലോ ഉണ്ടായിരുന്നു? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ 12,50,000 ആയിരുന്നു. അപ്പോൾ അതേ സാധനം തന്നെ, അതായത് ക്യാഷ് ഫ്ലോ 15 lakh തന്നെയാണുള്ളത്. രണ്ടാമത്തെ കേസിൽ എൻ്റെ എക്സ്പെക്ടേഷൻ എന്തായി? ഞാൻ കൂട്ടി, അതായത് ഞാൻ കൂട്ടി 50%ലേക്ക് മാറ്റി. അപ്പോൾ ആ 50%ലേക്ക് മാറ്റിയപ്പോൾ എൻ്റെ ക്യാഷ് ഫ്ലോ എത്രയായി? 10 lakh ആയി മാറി. അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ? അതായത് നമ്മളുടെ റേറ്റ് മാക്സിമം എത്ര ലെവൽ വരെ പോവാന്നുള്ള രീതിയിലും, അതായത് നമ്മുടെ എക്സ്പെക്ടേഷൻ മാക്സിമം, ഒരു ഷെയർ ഹോൾഡർ സംബന്ധിച്ച് അയാളുടെ എക്സ്പെക്ടേഷൻ മാക്സിമം എത്ര ലെവൽ വരെ പോവാന്നുള്ള ഇതിനെയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്? IRR റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന് പല ആംഗിളിലൂടെ പല കോൺസെപ്റ്റ്സിലൂടെ നമുക്ക് പഠിക്കാം. അപ്പം എന്താണെന്ന് വെച്ചാൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആവുന്ന കേസ്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ഇതിപ്പോൾ ഞാൻ 15 lakh 50% ആവുമ്പോൾ 0 ആയി മാറിയതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ 15 lakhും
അതുപോലെ തന്നെ 1 ഇയർ ഒന്നല്ല തന്നിട്ടുണ്ടാവും, കുറേ ഇയേഴ്സ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് എങ്ങനെ ആ കേസിൽ നമ്മൾ എങ്ങനെയാണ് NPV 0 എന്ന കേസ് അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഈക്വൽ ആവുന്ന ഒരു ഫേസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു ഇക്വേഷൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇത് ഇക്വേഷൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ IRR is equal to lower rate plus NPV at lower rate into higher rate minus lower rate divided by NPV at lower rate minus NPV at higher rate. ഇത് നമുക്കൊരു എക്സാമ്പിളോടെ നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ തന്നെ അത് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 7, C Limited is considering investment in project. Expected investment will be 2 lakh with a project life of 5 years and no salvage value. The expected cash flow after depreciation but before tax using the life will be year 1 85,000, year 2 1 lakh 80,000, 80,000, 40,000. The project will be depreciated at 20% on original cost. The company is subject to 30% tax rate. കമ്പ്യൂട്ട് IRR മെത്തേഡിലൂടെ എന്ത് കണ്ടുപിടിക്കാനാണ്? നിങ്ങളുടെ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ യുവർ കമ്പ്യൂട്ടേഷൻ പർപ്പസ് യൂസ് പ്രസന്റ് വാല്യൂ അറ്റ് 10%, 37%, 38%, 40%. അങ്ങനെ ക്വസ്റ്റ്യൻ ജസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ നമ്മൾ ക്യാഷ് ഫ്ലോ തന്നിട്ടുണ്ട്. ഈ ക്യാഷ് ഫ്ലോ നമ്മൾ എന്താക്കി മാറ്റണം? ദിസ് ഈസ് നോട്ട് ക്യാഷ് ഫ്ലോ. ഇതെന്താണ്? ദ എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ബട്ട് ബിഫോർ ടാക്സ് ആണ്. നമ്മളുടെ ക്യാഷ് ഫ്ലോ എന്താണ്? ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ. അതായത് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ നമ്മൾ പ്രോഫിറ്റിന് ആഫ്റ്റർ ടാക്സിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റിന് അല്ലെങ്കിൽ ഡിപ്രീസിയേഷനെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിൽ നമ്മൾ നോക്കുന്നത് ഏതാണ്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ. അപ്പം അതിന് നമ്മൾ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ഇവിടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് തന്നിട്ടുള്ളത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്ന് നമ്മൾ ടാക്സ് കൂടി ലെസ് ചെയ്യണം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഫസ്റ്റ് തന്നെ വർക്കിംഗ് നോട്ടായിട്ട് കൊടുക്കുക. Cash flows after tax but before depreciation. ആദ്യം തന്നെ ഇതെന്താണ്? EBT ആണുള്ളത്. ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഈ ഏർണിങ്സ് ബിഫോർ ടാക്സ് ആണ്. അതിൻ്റെ കൂടെ ടാക്സ് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. അതിൻ്റെ കൂടെ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? EAT പ്ലസ് ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു ക്യാഷ് ഫ്ലോ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് EBT എത്രയാണ്? ഫസ്റ്റ് കേസ് 85, 1 lakh, 80,000, 80,000, 40,000. ഇതിൽ ടാക്സ് അറ്റ് 30%. 85,000ൻ്റെ 30% എന്ന് പറയുമ്പോൾ 25,500 ആയിരിക്കും. അത് ലെസ് ചെയ്താൽ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് 59,500 കിട്ടും. അതിൻ്റെ കൂടെ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യുക. ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഡിപ്രീസിയേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 20% ഓൺ ഇനീഷ്യൽ കോസ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. 20% ഓൺ ഒറിജിനൽ കോസ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. ഒറിജിനൽ കോസ്റ്റ് എത്രയാണ്? 2 lakh ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 lakh ആയിരിക്കും നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 lakh ഇൻറ്റു 20% എന്ന് പറയുമ്പോൾ 40,000 ആണ് നമ്മൾ ഡിപ്രീസിയേഷൻ വരുന്നത്. 40,000 ആഡ് ചെയ്താൽ 99,500 എന്ന് വരും ഫസ്റ്റ് കേസ്. ഇനി 1
1 lakh into 30% is equal to 30,000. 30,000 is equal to 70,000. 70,000 plus 40,000 is equal to 1,10,000. 80,000 minus 30% എന്ന് പറയുമ്പോൾ 24,000 വരും. അത് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 56,000 കിട്ടും. 56,000ൻ്റെ കൂടെ 40,000 ആഡ് ചെയ്താൽ 96,000 എന്ന് കിട്ടും. തേർഡ് ഇയറിലും സെയിം തന്നെയാണ് വരുന്നത്. ഫോർത്ത് ഇയറിൽ 40,000. $28,000 depreciation. That case also 40,000. $68,000 വരും. അപ്പോൾ ഇത്രയാണ് നമ്മളെ ക്യാഷ് ഫ്ലോ. നമ്മൾ അങ്ങനെ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു, ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് IRR വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ IRR വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ എന്താ അറിയില്ല, റേറ്റ് അറിയില്ല, ഏത് റേറ്റിലായിരിക്കും വരിക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം ഒരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പം ഫോർ കമ്പ്യൂട്ടേഷൻ പർപ്പസ് യൂസ് പ്രസന്റ് വാല്യൂ അറ്റ് 10%, 37%, 38% എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പെർസെൻറ്റേജ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതിലുള്ള 2% എടുക്കുക. നിങ്ങൾ അധികം ഡിഫറൻസ് ഉള്ള, ഇപ്പോൾ 10%ഉം 10%, അതുപോലെ തന്നെ 40% അത്രയും ഡിഫറൻസ് ഉള്ള എടുക്കരുത്. നിങ്ങളുടെ ബാൻഡ് എടുത്ത്, അതായത് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം എന്തായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള റേറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇത് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആക്യുറസി കുറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഏതെങ്കിലും ഇപ്പം ഇങ്ങനെ ക്വസ്റ്റ്യനിൽ IRRൻ്റെ മിക്കവാറും ക്വസ്റ്റ്യൻസിൽ ഒരു 2-3 റേറ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ റേറ്റ്സിൽ അടുത്തടുത്തുള്ള റേറ്റ്സ് എടുക്കുക. അതായത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇപ്പോൾ ക്യാഷ് ഫ്ലോനെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. ഇപ്പം ഇത് എത്ര ഉണ്ട്? ഇത് എന്താ 85,000 പ്ലസ് 1,80,000, 80,000, 1,60,000, 1,60,000, 2,60,000, 2,60,000, 85,000, ദാറ്റ്സ് 3,40,000 സംതിങ് ഉണ്ട്. 3,45,000 40 എന്ന് പറയുമ്പം 3,80,000 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ ആ 3,80,000 സംതിങ്ങിനെ നിങ്ങൾ 10%ഉം അതുപോലെ തന്നെ 40% ഒന്നും എടുത്തിട്ട് ചെയ്യരുത്. കാരണം ഈ 10%നും 40%നും ഒക്കെ ഇടയിലായിരിക്കും വരുന്നതെങ്കിലും അത് ഏതാണ്ട് നിങ്ങൾ നോക്കുമ്പോൾ ഒരു 37%, അതുപോലെ തന്നെ 40%ൻ്റെ ഇടയിൽ വരാനായിരിക്കും ചാൻസ് കൂടുതലുള്ളത്. ഇത് 10%ഉം 37%ഉം നമ്മൾ നല്ല ബാൻഡ് എടുത്തുള്ളതിനെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, 10% എടുക്കണ്ട. ഡോണ്ട് ടേക്ക് ദിസ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ 37%ഉം 40%, അതായത് നമ്മൾ ഇതിൻ്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ 3,80,000 10% കൊണ്ട് നമ്മൾ പുൾ ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? ഒരിക്കലും 2 lakhലേക്ക് നമുക്ക് എന്ത് ഇല്ല, എത്തില്ല. കാരണം അത്രയും അല്ല ഉണ്ടാവുക. ഇപ്പോൾ 10% നമ്മൾ പുൾ ചെയ്താൽ ഒരു 3 lakh സംതിങ്ങിലൊക്കെ ആയിരിക്കും നമ്മളെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ വരുന്നത്. അത് മറിച്ച് നമ്മളൊരു 37% ആ റേഞ്ചിലേക്കൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കുറച്ചും കൂടി ആ 2 lakh ആ റേഞ്ചിലേക്കൊക്കെ വരും. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഹിൻ്റായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിലുള്ള അടുത്തടുത്തുള്ളതിൽ ഏറ്റവും ചെറുതെടുക്കുക 37, അതുപോലെ തന്നെ ഏറ്റവും വലുതുള്ള 40%, ഇത് രണ്ടും എടുക്കുന്നതായിരിക്കും കുറച്ചൊരു ബെറ്റർ. പിന്നെ നമ്മൾ 38% രണ്ടും ഒന്നിച്ചുള്ള 38ഉം കൂടി എടുത്താൽ ചിലപ്പോൾ എന്താവുമെന്ന് വെച്ചാൽ നമ്മുടെ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ, അതായത് ചിലപ്പോൾ ഇതിൻ്റെ ഇടയിലായിരിക്കില്ല വരുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് ജസ്റ്റ് ക്വസ്റ്റ്യൻ ഓൺലി ചിലപ്പോൾ സംടൈംസ് ക്വസ്റ്റ്യനിൽ തരാറ് ജസ്റ്റ് 2 റേറ്റ് മാത്രമേ തരാറുള്ളൂ. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 2 റേറ്റ് തന്നെ എടുക്കുക. അല്ലാത്ത കേസ് കുറേ റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങളൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഒന്ന് എടുക്കുക. അപ്പോൾ ആ കേസിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് 37%, അതുപോലെ തന്നെ 40% വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ നമ്മൾ
ക്യാഷ് ഫ്ലോ കാണുന്ന പോലെ ചെയ്യുക. ഇപ്പം നിങ്ങൾ വേണമെങ്കിൽ 2 കോളായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ക്യാഷ് ഫ്ലോ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ അറ്റ് 37%, PV of cash flow, PV factor at 40%, PV of cash flow. അപ്പോൾ ക്യാഷ് ഫ്ലോ ഫസ്റ്റ് കേസ് എത്രയാണ്? അപ്പോൾ ഈ നമ്മുടെ ഈ ചാപ്റ്ററിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് അധികം ടൈം നമുക്ക് ചെയ്യാൻ വേണ്ടി വരും. കാരണം ഇത് കാട്ടുകൊണ്ടൊക്കെ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഇതിലും കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് നല്ല സ്പീഡാക്കാൻ ശ്രമിക്കുക. 1,10,000, 96, 96, 60. One by 1.37 is equal to 0.7299 is equal to 0.73, 0.533, 0.389, 0.283, no, 284, 0.207. ഇനി ഓരോന്നിനെയും പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചോളാം. 0.73, 0.73 into 99,500 is equal to 72635. 0.533, 58,630 into 6,000 into 0.389, 37,344, 0.284, 27,264, 0.207, 1476. ഇപ്പം പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ഞാൻ എന്ത് കണ്ടുപിടിച്ചു? 37% കണ്ടുപിടിച്ചു. എത്രയാണ് വരുന്നത്? 37,344, 72635 plus 58,630 plus 37,344 plus 27,264 plus 14,076 equal to 2,09,949. അപ്പോൾ ഒന്നെന്തായിരിക്കും? 1 ക്യാഷ് ഫ്ലോ. നമ്മളിപ്പോൾ 2 രീതിയിലാണ്, അതായത് 2 റേറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റേറ്റ് എന്തായിരിക്കും? നമ്മളെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനേക്കാളും കൂടുതലായിരിക്കും. അതായത് NPV പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ ഈ കേസിൽ NPV പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതൊരു NPV പോസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. നിങ്ങൾക്ക് രണ്ടും ഇപ്പോൾ നെഗറ്റീവും പോസിറ്റീവായിട്ടൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ ഇട്ടാൽ ആൻസർ കിട്ടും. അപ്പോൾ ഒന്നും ഇപ്പോൾ നിങ്ങൾ റേറ്റ് മാറിപ്പോയെന്ന് വിചാരിച്ചൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ പ്രസന്റ് വാല്യൂ അറ്റ് 40% ചെയ്യാൻ പോണ്. 1.1 divided by 1.4 is equal to 714.714, 0.510, 0.364, 0.260, 0.186. ഇത്ര റേറ്റ്സ് കിട്ടി. ഇനി പ്രസന്റ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 99,500 into
0.714 is equal to 71043. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശമായിരിക്കും, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. 11,000 ഇൻറ്റു 0.51 is equal to 56,100. 0.36 96,000 into 0.364 is equal to 34944. 0.26 into 96,000 is equal to 24960. 0.186 into 6. 186 into 68,000 is 12,648 plus 24960 plus 34944 plus 56100 plus 71043 is equal to. അപ്പോൾ ഇതിൽ നമ്മൾ റേറ്റ് ക്യാഷ് ഫ്ലോ വരുന്നത് 199,695 ആണ്. അപ്പോൾ ഇത് നെഗറ്റീവായിട്ടുള്ള NPV ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ രണ്ട് കേസിൽ, അതായത് രണ്ട് റേറ്റ്സ് നമ്മൾ ചെയ്തിട്ട് അതിൽ പിന്നെ രണ്ട് റേറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യാം, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലെസ് ചെയ്തിട്ട് പ്രസൻറ്റ് വാല്യൂ ഓഫ് അതായത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എത്രയാണ് ഇവിടെ വരുന്നത്? ഫസ്റ്റ് കേസിൽ രണ്ട് കേസിലും എത്രയാണ്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലെസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 2 lakh ഈസ് ഈക്വൽ ടു 9,949 എന്ന് വരും ഇവിടെ പോസിറ്റീവ് NPV. ഇവിടെ രണ്ടാമത്തെ കേസിൽ 2 lakh മൈനസ് ചെയ്യുമ്പം എത്രയാണ് വരുന്നത്? 305 എന്ന് വരും. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടുത്തെ NPV വരുന്നത്. അപ്പോൾ NPV രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇനിയാണ് നമ്മൾ ഇക്വേഷൻ എന്താണെന്നും ഇക്വേഷൻ്റെ റെലവൻസ് എന്താണെന്നും നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താണെന്ന് ആദ്യം തന്നെ എഴുതാം. അതായത് IRR is equal to ലോവർ റേറ്റ് പ്ലസ് NPV at ലോവർ റേറ്റ് ഡിവൈഡഡ് ബൈ NPV at lower rate minus NPV at higher rate into higher rate minus lower rate. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇതാണല്ലോ ഇക്വേഷൻ. എന്താണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്? NPV at lower rate, NPV at lower rate minus NPV at higher rate minus lower rate. അപ്പോൾ ഇതൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ലോവർ റേറ്റ് തന്നെ നിങ്ങളിവിടെ എടുത്തിട്ടുള്ള ലോവർ റേറ്റ്, അതായത് നമ്മളിപ്പം 30 സെൻറ്റ് നിങ്ങൾ രണ്ട് റേറ്റ്സ് എടുത്തിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ട് റേറ്റ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്നിലൂടെ ചെയ്ത് നോക്കും, അപ്പോൾ അതിലൂടെ കിട്ടൂല, രണ്ടാമതും ചെയ്ത് നോക്കും, അപ്പോൾ അതിൽ ഏതാണ്ട് നമ്മൾ രണ്ടിൻ്റെയും മിഡിലേക്കായിട്ട് വരും. അപ്പോൾ ആ മിഡിലേക്കായിട്ട് വരുമ്പം നമ്മൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ ഫസ്റ്റ് കേസ് നമ്മൾ ചെയ്തപ്പോൾ 37% നമ്മൾ ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഒരു 2,09,949 നമുക്ക് എന്ത് കിട്ടി? NPV ഉണ്ട്. അപ്പോൾ അതിലും കുറച്ചും കൂടി താഴെ ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ NPV, അതായത് റേറ്റ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, 37 പകരം നമ്മൾ എന്ത് ചെയ്തു, 40% എടുത്തു നോക്കി. 40% എടുത്തു നോക്കിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു 305 കുറച്ച് കുറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും, ആ 40-ൻ്റെയും 37-ൻ്റെയും രണ്ടിന് ഇടയിലായിരിക്കും ആ പെർസെൻറ്റേജ് വരുന്നത്. അപ്പോൾ ആ പെർസെൻറ്റേജ് എത്രയാണ്, അതായത് IRR റേറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ IRR റേറ്റ് നമ്മൾ നോക്കുമ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ലോവർ റേറ്റ് കണ്ടുപിടിക്കുക. ലോവർ റേറ്റ് എത്രയാണ്? നമ്മളിവിടെ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ലോവർ റേറ്റ് എന്ന് പറയുന്നത് 37% ആണ്. 37% പ്ലസ് NPV അറ്റ് ലോവർ റേറ്റ്. ലോവർ റേറ്റിൽ NPV എന്തായിരിക്കും? എപ്പോഴും കൂടുതലായിരിക്കും അല്ലേ?
എൻ പി വി ലോവർ റേറ്റ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, അതിന് ക്യാഷ് ഫ്ലോ എന്തായിരിക്കും കൂടുതലായിരിക്കും. നമ്മൾ ഓൾറെഡി കുറേ കേസ് കണ്ടതാണ്. അപ്പം എൻ പി നമ്മൾ ലോവർ റേറ്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം എന്തായിരിക്കും, അതിൻ്റെ ക്യാഷ് ഫ്ലോ കൂടുതലായിരിക്കും. ഇനി നേരെ മറിച്ച് മറ്റേ ഹയർ റേറ്റിനെ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് വെച്ചാൽ എന്തായിരിക്കും, അതിൻ്റെ ക്യാഷ് ഫ്ലോ ലോവർ റേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ പി വി ആയിട്ട് ലോവർ റേറ്റ് എത്രയാണ് വരുന്നത്? 9,949 ആണ് നമ്മുടെ എൻ പി വി ആയിട്ട് ലോവർ റേറ്റ് വരുന്നത്. അപ്പം അത് ഡിവൈഡഡ് ബൈ എൻ പി വി ആയിട്ട് ലോവർ റേറ്റ് 949 മൈനസ് 305. ഇതൊരിക്കലും മറന്നു പോകരുത്. അതായത് ഇത് ഓൾറെഡി ഇവിടെയുള്ള മൈനസ് ആണ്, അതായത് എൻ പി വിനെ മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഹോൾ മൈനസ് 305 ആണ്. 305 ആണ് ഇവിടുത്തെ ഈ എൻ പി വി അറ്റ് ഹയർ റേറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ മൈനസ് പിന്നെയും കൊടുക്കണം. അപ്പോൾ ഈ കേസിൽ എന്താവും, മൈനസും ഒന്നിച്ച് വന്നാൽ എന്തായിരിക്കും, പ്ലസ് ആയി മാറും. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ഇൻറ്റു ഹയർ റേറ്റ് എത്രയാണ്, 40% മൈനസ് 37% ഈക്വൽ ടു 37% പ്ലസ് 9949 divided by 9949 plus 305 is equal to 10 to 9949 divided by 10254 into 3% is equal to 9949 divided by 10254 into 3% is equal to 129 plus 0.37 is equal to 39.91% ആണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ, 40% നമ്മൾ ചെയ്തപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ട്, 305 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കുറച്ചുകൂടി ഒന്ന്, അതായത് റേറ്റ് നമ്മൾ അത്രയും കൂട്ടണ്ട, 40% എത്തണ്ട, റേറ്റ് കുറച്ചൊരു കുറവിൽ കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, എൻ പി വി 0 കിട്ടുന്ന കേസ് വരും. അപ്പോൾ ആ കേസ് എന്ന് പറയുന്നത് എത്രയാണ്, 39.91% ആണ് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഈ എൻ പി വി നമ്മൾ, അതായത് IRR വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതേ ആൻസർ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇപ്പോൾ നിങ്ങൾ റേറ്റ് മാറ്റിയിട്ട് ഇപ്പോൾ 37 പകരം നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു 10% എടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷേ അതൊരു ചെറിയ വേരിയൻസ്, അതായത് റൗണ്ട് ഓഫിൻ്റെ ഒക്കെ ഒരു വേരിയൻസ് അതിൽ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് രണ്ട് റേറ്റ് എടുത്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആ ആൻസർ കിട്ടുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് അടുത്തടുത്തുള്ള ഒരു 5% ഒക്കെ ഒരു ബാൻഡേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പറയാം, IRR എന്താണ്, നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു റേറ്റ്, അത് ദിസ് ഈസ് എ റേറ്റ് അറ്റ് വിച്ച് വി ക്യാൻ കവർ അവർ കോസ്റ്റ് ഓൺലി. ഈ റേറ്റിൽ നമുക്ക് എന്ത് കവർ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ കോസ്റ്റ് മാത്രം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ്. മിനിമം റേറ്റ് ഓഫ് റിക്വയർഡ് റിട്ടേൺ ഫോർ ദ ഫണ്ട്സ് ഇൻവെസ്റ്റഡ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിന് കിട്ടേണ്ട മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്ന ആ ക്യാഷ് ഫ്ലോൻ്റെ റേറ്റിനെയാണ്, അതായത് ആ ക്യാഷ് ഫ്ലോൻ്റെ റേറ്റിനെയാണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ആ ഡിസ്കൗണ്ട് റേറ്റിന് പറയുന്ന പേരാണ്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ടും എടുക്കാം, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നതിന് ഉള്ള റേറ്റ് ആയിട്ടും എടുക്കാം. അതായത് ഇപ്പം നിങ്ങളൊരു കമ്പനീൻ്റെ IRR നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, വേറൊരു റേറ്റ് നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് എന്തായിട്ട് എടുക്കാം, ആ കമ്പനിയുടെ റിട്ടേൺ അതിൻ്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റും അതിൻ്റെ മുകളിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് പറയുന്നത്. IRR is very important. I hope you all understand this. In IRR method we choose two rates. നമ്മൾ 2 rates എടുക്കുന്നു.
example 10%, 5%, then discount cash flow into each of the two rates and finds NPV at 10% and 50% gives into the equation അപ്പോൾ ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുത്താൽ എന്ത് കിട്ടും? നമുക്ക് നേരെ IRR കിട്ടും. ഇത് ഈ ഇക്വേഷൻ ഡെറിവേഷനൊന്നും ഞാൻ പോകുന്നില്ല, അത് കുറേ ടൈം എടുക്കും. അപ്പോൾ IRR എങ്ങനെയാണ്? ലോവർ റേറ്റ് ഇക്വേഷൻ എന്താണ് ഇക്വേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. IRR ഈസ് ഈക്വൽ ലോവർ റേറ്റ്, ലോവർ ആയിട്ടുള്ള റേറ്റ് എത്രയാണെന്നുള്ളത് കൊടുക്കുക. ഓക്കെ, പ്ലസ് NPV അറ്റ് ലോവർ റേറ്റിലുള്ള NPVനെ നമ്മൾ എന്ത് ചെയ്യുക? മുകളിൽ കൊടുക്കുക. ഡിവൈഡഡ് ബൈ NPV അറ്റ് ലോവർ റേറ്റുള്ള NPV ആയിരിക്കും എന്ത് കൂടുതലുള്ളത് എന്തായിരിക്കും? എന്തായാലും NPV അറ്റ് ലോവർ റേറ്റ് ആയിരിക്കും. അപ്പോൾ NPV അറ്റ് ലോവർ റേറ്റ് എടുക്കുക. അതിൽ നിന്നും NPV അറ്റ് ഹയർ റേറ്റ് ആയിരിക്കും എന്ത് കുറവുള്ളത്. അപ്പോൾ അത് കുറയ്ക്കുക. അത് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ഡിഫറൻഷ്യൽ എമൗണ്ട് കിട്ടും. ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ എമൗണ്ട്. ആ ഡിഫറൻസ് എത്രയാണെന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ NPV അറ്റ് ലോവർ റേറ്റിലെ NPV അത് ലോവർ റേറ്റിലെ NPV ആ ഡിഫറൻസുമായിട്ട് പ്രൊപ്പോർഷനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഹയർ റേറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ലോവർ റേറ്റ് കുറയ്ക്കുന്നത്. അതായത് ഇവിടുത്തെ ഹയർ റേറ്റും ലോവർ റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? IRR കിട്ടുന്നു. അപ്പോൾ എന്താണ് കൊടുക്കുന്നത്? ഓരോ ഐറ്റംസ് നിങ്ങൾ NPV ലോവർ റേറ്റ് എങ്ങനെ കാണാതെ പഠിക്കുന്നതിന് പകരം എന്താണ് ഐറ്റം എന്ന് മനസ്സിലാക്കി പഠിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ IRR is equal to ലോവർ റേറ്റ് പ്ലസ് NPV at ലോവർ റേറ്റ് ഡിവൈഡഡ് ബൈ NPV at ലോവർ റേറ്റ് മൈനസ് NPV at ഹയർ റേറ്റ് ഇൻറ്റു ഹയർ റേറ്റ് മൈനസ് ലോവർ റേറ്റ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻറ്റ്